ഹലോ ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ട്ടാ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് ന്യൂ ഇയറിന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വീട്ടുകാർ, അപ്പം അത് കാണിക്കാൻ വെച്ചിട്ടാണ്. ആദ്യം തന്നെ സവോള അരിയലിൻ്റെ യജ്ഞമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സവോളയൊക്കെ തൊലി കളഞ്ഞ് അരിയുന്നുണ്ട്. വിച്ചുട്ടനും കൂടെ ഉണ്ട് കേട്ടോ, അത് അനിയത്തിയുടെ മോനാണ്. പിന്നെ അരിയലായിരുന്നു. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീട്ടുകാർ കേട്ടോ, അതായത് ഞങ്ങളൊരു കട്ടയിൽ കുറച്ച് വീടുണ്ട്, അവരാണ്. അപ്പോൾ നമുക്കും വേണ്ടേ ആഘോഷമൊക്കെ ഉണ്ട്, ഞങ്ങളിങ്ങനെ തീരുമാനിച്ചതാണ് കേട്ടോ. അതായത് നമ്മളും ഇപ്പോൾ എൻ്റെ അനിയനൊക്കെ പോയിട്ട് ഇങ്ങനെ ന്യൂ ഇയറിൻ്റെ ഓരോ സ്ഥലത്ത് പോയിട്ട് ആഘോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമുക്കതൊന്നും പറ്റാറില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ എറണാകുളത്തൊക്കെ പോയിട്ട് ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നാട്ടിൽ അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചെന്ന് ആഘോഷിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് ചെയ്താണ് കേട്ടോ. പിന്നെ ചിക്കൻ വറുത്തു, ചിക്കൻ കറിയിലേക്കുള്ള അതെല്ലാം ചെയ്തിട്ട് രാജിമാമിയും ബിന്ദുമാമിയും ചിക്കൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അതാ ചിക്കൻ കറിയൊക്കെ ഏതാണ്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സർലാസ് ഉണ്ടാക്കുന്നുണ്ട്. നീതും അഞ്ചിമ്മയും കൂടി കേട്ടോ സർലാസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടനെ ടേസ്റ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെയ്ച്ചോറും ഇറച്ചിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ സർലാസ് അപ്പോൾ നെയ്ച്ചോറിനുള്ള അരിയൊക്കെ കഴുകി അടുപ്പൊക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം പക്ഷേ പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. വെള്ളത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ തങ്കമാമി നോക്കിയിട്ട് ഇതാ അരിയൊക്കെ ഇട്ടു. പൊന്നുട്ടനും ഉണ്ണിക്കുട്ടനും എല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. പണിയെടുക്കുന്നവർക്ക് ചായ ആയിട്ട് സുനിത മാമി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. പിന്നെ വീണ്ടും പണി തുടങ്ങി. നെയ്ച്ചോറിൻ്റെ ചോറൊക്കെ വെന്തു. പിന്നെ അത് ഊറ്റിയിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. നമുക്ക് ഇത്രയും വെച്ചിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഊറ്റിയിട്ടൊക്കെ ചെയ്യുന്നത്. പിന്നെ രാത്രിയോടെ ഞങ്ങൾക്ക് ഗെയിം തുടങ്ങിയത്. ഒരു 8 മണിയായപ്പോൾ ഗെയിമൊക്കെ തുടങ്ങി. കുട്ടികൾക്കൊക്കെ കസേരക്കളി, അങ്ങനത്തെ കുപ്പിയിൽ വെള്ളം നിറക്കില്ല, അങ്ങനെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവരെല്ലാവരും ഞങ്ങളെല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു. പ്രായഭേദമന്യേ എല്ലാവരും ഇത് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഞാനും ഉണ്ടിട്ട് ഈ കസേരക്കളിയിൽ ഞങ്ങളെല്ലാവരും കസേരക്കളി എല്ലാ ഗെയിമിലും എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സെറ്റ് അതായത് ഞങ്ങൾ 2-3 സെറ്റായിട്ടാണ് കസേരക്കളിയൊക്കെ നടത്തിയത്. കാരണം കുറച്ചധികം പേരുള്ളതുകൊണ്ട് തന്നെ 2-3 സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ജയിച്ചിട്ട് ഇതിപ്പോൾ ലാസ്റ്റ് 3 സെറ്റിലും ജയിച്ചവർ തമ്മിലുള്ള മത്സരമാണ് കേട്ടോ. ഇതിൽ ഉഷലിമയാണ് ജയിച്ചത്. അമ്മയും മോനുമാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത്, നീതും കുഞ്ഞും കൂടെ. പിന്നെ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ചാട്ടം ഉണ്ടായിരുന്നു, അതൊക്കെ കളിച്ച് പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ബിസ്ക്കറ്റ് ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൊന്നുട്ടനും സ്വത്തുട്ടൻ്റെയാണ് അടുത്ത ബിസ്ക്കറ്റ് ചാട്ടം. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിട്ട് എങ്ങനെ ചാടുന്നതെന്ന് കാണാം. ഇപ്പോൾ സ്വത്തുട്ടൻ പിന്നെയും ചാടുന്നുണ്ട്. പൊന്നുട്ടൻ കൈകൊണ്ടൊക്കെ പിടിച്ചിട്ടാണ് അത് വായ കൊടുക്കാൻ നോക്കുന്നത്. അവൻ ചാടുന്നേ ഇല്ല. അവന് മെനക്കെടാതെ എങ്ങനെ ബിസ്ക്കറ്റ് തിന്നാന്നുള്ള എന്തോ ചിന്തയിലായിരുന്നു തോന്നുന്നു. പിന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കലായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊട്ടും പറ്റിയില്ല. ഞാൻ കളിച്ചതിൽ എൻ്റെ കുപ്പിയിൽ വെള്ളം എന്തോ ഒരു തരി പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം പുറത്താണ് പോയിരുന്നത്. പിന്നെ നമ്മൾ ഈ കുമ്പിട്ടാകുമ്പോൾ എൻ്റെ നടുവിനൊരു നല്ല വേദനയായിരുന്നു. നല്ലൊരു എക്സസൈസ് തന്നെയായിരുന്നു. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ശ്വാസം കിട്ടാതൊക്കെ നിൽക്കേണ്ടി വന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ കാണിക്കുന്നത്. കാരണം പിള്ളേരെ കൂടെ നിന്ന് നമുക്കത് കളിച്ചെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ സുധീരേട്ടൻ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 12 മണി ആയിട്ടില്ല. അതിന് മുമ്പ് ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റാർട്ടിങ് പോലെ. പിന്നെ എല്ലാവരും ഗെയിമൊക്കെ കളിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ പിരിഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം കുറച്ച് ഗെയിമൊക്കെ കളിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും. ഇപ്പോൾ എല്ലാവരും ഗെയിമൊക്കെ കളിച്ച് ക്ഷീണിച്ചപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ എല്ലാവർക്കും. എല്ലാവരും നിലത്ത് ഇരുന്നിട്ടാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കയ്യിൽ പിടിച്ചൊക്കെ തിന്നാനൊക്കെ പാടല്ലേ. അത് കഴിഞ്ഞ് പൊന്നൂട്ടൻ്റെ പാട്ടാണ് കേട്ടോ, അവൻ്റെ സ്ഥിരം പാട്ട്. അങ്ങ് വാനക്കോണിലാണ് പാടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരുടെ കഴിവും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒളിഞ്ഞെടുക്കുന്ന എല്ലാവരുടെ കഴിവും പുറത്തുകൊണ്ടിരുന്നു. എല്ലാവരും പാട്ട് പാടാൻ അറിയുന്നവരും അറിയാത്തവരും എല്ലാവരും പാട്ട് പാടിയിട്ടുണ്ട്. അറിയാത്തവരെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ആ ഓരോ ഇഷ്ടങ്ങളാണല്ലോ. എല്ലാവർക്കും കഴിവുണ്ട്. എല്ലാവരും പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു മിനിറ്റിലെ ഗെയിമാണിത്. ചോറുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഈ മൂക്കിലിങ്ങനെ സ്ട്രോ വെച്ചിട്ട് ഇപ്പുറത്തെ ക്ലാസ്സിൽ കൊണ്ടിടുന്ന ഒരു ഗെയിമായിരുന്നു കേട്ടോ. ഇത് കൊള്ളായിരുന്നു, നല്ല ഗെയിമായിരുന്നു. പിന്നെ കുറച്ച് നേരം പാട്ട് വെച്ച് ഡാൻസ്, ഇതാണ് നമ്മുടെ സ്ഥിരം DJ. ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. കാരണം ഞാനൊക്കെ പണ്ടൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഈ പൂരത്തിനൊക്കെ പോകുമ്പോൾ ശിങ്കാരിമേളൊക്കെ കേൾക്കുമ്പോൾ ആൺകുട്ടികൾ മാത്രം ഭയങ്കര ഡാൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് പെൺകുട്ടികൾക്കൊന്നും ഇപ്പം പക്ഷേ പെൺകുട്ടികളെല്ലാം ഡാൻസ് കളിക്കുന്നുണ്ട്. ഞാൻ പണ്ടത്തെ കാര്യമായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്കൊക്കെ ഇങ്ങനത്തെയൊക്കെ ചാൻസ് കിട്ടിയാലല്ലേ ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഫുൾ ഡാൻസായിരുന്നു. 12 മണി ആവാറിനൊക്കെ മുമ്പാണ് കേട്ടോ ഇത്. 12 മണി ആവുന്ന സമയത്ത് ഞങ്ങൾ നിർത്താന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര, കുട്ടികളും വലിയവരും എല്ലാവരും ഭയങ്കര ഡാൻസായിരുന്നു.
ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു 12 മണിക്ക് ഒരു കേക്ക് കട്ടിങ്ങൊക്കെ 12 മണിയാകുമ്പോൾ ഒരു കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു 12 മണിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെയും DJ തുടർന്നു കുറച്ച് നേരം കൂടെ. പിന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി DJ, കാരണം കളിച്ചപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, ആദ്യമൊക്കെ മടിയാവും, പിന്നെയൊക്കെ നമ്മൾ കളിച്ച് നിർത്തണ്ടെന്നുള്ള രീതിയിലാവും. പിന്നെ എല്ലാവർക്കും സ്കൂളൊക്കെ ഉണ്ട് പിറ്റേ ദിവസം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അമ്മമാരും വിളിക്കുന്നുട്ടോ പോകാൻ പോവാന്ന്. പക്ഷേ ഒരു പാട്ട് ലാസ്റ്റ് 2 പാട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, കാരണം നമ്മളവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. നല്ല ഘോഷമായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ.